കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ അഴിമതികൾക്കെതിരെ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം കൺവീനർ ശ്രീ റോയ് ഉമ്മൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വളരെ വേദനയോടുകൂടി സമരങ്ങളോട് എന്നും ഞങ്ങൾ എതിര് നിൽക്കുന്നവരാണ്. പക്ഷേ ഇത് ജീവിതത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കാത്തൊരു സാഹചര്യം ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഒരു ധർണയുമായി മുന്നോട്ട് പോകുന്നത്. തൊഴിലുറപ്പ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ സാധാരണക്കാരനും തൊഴിലുറപ്പ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഇപ്പോൾ തൊഴിലില്ല, അഥവാ തൊഴിൽ ചെയ്താൽ തന്നെ ശമ്പളം കൊടുക്കാൻ അവർക്കില്ല. ആ പദ്ധതിയിൽ വരുന്ന പൈസകൾ വകം മാറ്റി ചെലവഴിക്കുന്നു. പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം പറഞ്ഞു സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സകല മേഖലകളിലും പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ട്. സാധാരണക്കാരായ തൊഴിലാളിയോടൊപ്പമാണോ സർക്കാർ? കൂലി കൊടുക്കാതെ തൊഴിലാളികളെ വിഷമിപ്പിക്കുന്നവരുടെ കൂടെ ആണോ സർക്കാർ? ഒരു സാധാരണക്കാരനായ തൊഴിലാളികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. മണ്ഡലം ചെയർമാൻ ശ്രീ സാബു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ചങ്കുപൊട്ടി മരിച്ച പ്രസിഡന്റിന്റെ മുമ്പിൽ ഈ ഗവൺമെന്റിന്റെ കരുണ വന്നില്ല, കൈത്താങ്ങൽ വന്നില്ല. അപ്പോഴാണ് ഒരു മെമ്പറുടെ ആവശ്യമില്ലാത്ത ഒരു സൈഡ് കെട്ട് എന്ന പേരിൽ 25 ലക്ഷം രൂപ. അപ്പൊ ആർക്കാണ് കരുതൽ? ആർക്കാണ് കൈതാങ്ങൽ? പാവങ്ങൾക്കല്ല, സമ്പന്ന ഉപരിവർഗത്തോടൊപ്പം കമ്മ്യൂണിസത്തെ മറന്ന, പണിയെടുക്കുന്ന തൊഴിലാളികളെ മറന്ന, തൊഴിലെടുക്കുന്ന എത്രയോ സമരം. മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി സൈനബ ബീവി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ഡെസ്ക് കുളത്തൂപ്പുഴ വാർത്ത ഓൺലൈൻ.